മലങ്കര കാത്തലിക് ടി വിയിലെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ദൈവാരാധന ക്രമത്തിലെ ദൈവശാസ്ത്രത്തിലെയും കൂടുതൽ വിശദീകരണങ്ങളും വ്യക്തതയും നൽകുവാൻ, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ പ്രത്യേകമായി ചിട്ടപ്പെടുത്തിയതാണ് ഈ ഒരു പരമ്പര. ഇന്ന് ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന ഈ പരമ്പരയിൽ നമ്മളോട് സംസാരിക്കുന്നത് റോമിലെ ഓറിയൻ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവാരാധനാക്രമത്തിൽ മാസ്റ്റേഴ്സ് ബിരുദവും ഡോക്ടറേറ്റും കരസ്ഥമാക്കിയ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പൊതു ആരാധന ആഘോഷങ്ങളിലെ ദീർഘകാല മാസ്റ്റർ ഓഫ് സെർമണിയായിരുന്ന മലങ്കര മേജർ സെമിനാരിയുടെ ദീർഘകാല പ്രൊഫസറും റെക്ടറുമായിരുന്ന വലിയ ബഹുമാനപ്പെട്ട ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ അച്ഛനാണ്. അച്ഛനെ മലങ്കര കാത്തലിക് ടി വിയിലെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അച്ഛാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കുമ്പോൾ, ദൈവശാസ്ത്രപരമായ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടുമ്പോൾ, ഏതൊരു കാര്യത്തെപ്പറ്റിയും കൂടുതൽ വിശദീകരണങ്ങൾ നേടുവാനായി തുടങ്ങുമ്പോൾ ആദ്യം അതിൻ്റെ ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് കേട്ടിട്ടുണ്ട്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനാക്രമത്തിൻ്റെ അടിസ്ഥാനം അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ നിന്നാണ് രൂപപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ അന്ത്യോക്യൻ ആരാധനാക്രമത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതുപോലെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഉത്ഭവം അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ നിന്നും എങ്ങനെയാണ് തുടക്കം കുറിച്ചത് എന്നതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ദീർഘമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അന്ത്യോക്യൻ ആരാധനാക്രമം എന്ന് നമ്മൾ പറയുന്നത്, സത്യത്തിൽ അതിൻ്റെ ആദ്യത്തെ പേര് ജെറുസലേമിലെ ആരാധനാക്രമം എന്നാണ്. അങ്ങനെ പറയാൻ കാരണം, കർത്താവ് ശ്ലീഹന്മാരോട് പറഞ്ഞു, ഇനിയും വളരെയേറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാലിത് ഗ്രഹിക്കുവാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കില്ല. സത്യാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ ഓർമ്മിക്കും, ബാക്കി കാര്യങ്ങൾ അവൻ പഠിപ്പിക്കും. കർത്താവ് പെസഹ സമയത്ത് ശ്ലീഹന്മാരോട് പറഞ്ഞു, അന്ത്യത്താഴത്തിന് ശേഷം പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവിൻ. അതവർക്ക് ഓർമ്മ വന്നത് പെന്തക്കുസ്താ നാളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോഴാണ്. അതുകൊണ്ട് ഡയനേഷ്യസ് ബർസലീബി എന്ന ദൈവശാസ്ത്രജ്ഞൻ പെന്തക്കുസ്തായ്ക്ക് ശേഷം കുർബാന ശ്ലീഹന്മാർ അർപ്പിച്ചതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞായറാഴ്ച ദിവസം, അതായത് പെന്തക്കുസ്ത ഞായറാഴ്ച, പരിശുദ്ധ ശ്ലീഹന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. തിങ്കളാഴ്ച ദിവസം അവരെ ഒരുമിച്ച് കൂടി വിശുദ്ധ മൂറോൻ ഹോളി ഓയിൽ കുദാശ ചെയ്തു. ചൊവ്വാഴ്ച ദിവസം കുർബാന ചെല്ലുവാനുള്ള ചെറിയ തബലീത്ത ടാബ്ലറ്റ് അവർ കുദാശ ചെയ്തു. ബുധനാഴ്ച ദിവസം യാക്കോബ് ശ്ലീഹ ഉണ്ടാക്കിയ ചെറിയ ക്രമമനുസരിച്ച് ശ്ലീഹന്മാർ ഒരുമിച്ച് കൂടി വിശുദ്ധ കുർബാന അർപ്പിച്ചു. അതിനുശേഷം വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി പോയി. അതുകൊണ്ട് ഈ ആരാധനാക്രമത്തിൻ്റെ ഒരു സവിശേഷത, പെന്തക്കോസ്താ ദിവസം പത്രോസ് ശ്ലീഹ ജെറുസലേമിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ചു. ജെറുസലേമിൽ തന്നെ പരിശുദ്ധ ശ്ലീഹന്മാർ ഒരുമിച്ച് കൂടി വിശുദ്ധ കുർബാന കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം അർപ്പിച്ചതിന് ശേഷം അവരെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് പോയി. കർത്താവിൻ്റെ കസിൻ ബ്രദറായ യാക്കോബ്, അദ്ദേഹമാണ് ജെറുസലേമിലെ ഒന്നാമത്തെ എപ്പിസ്കോപ്പ. അദ്ദേഹം എഴുതിയുണ്ടാക്കിയ ക്രമമായതുകൊണ്ട് ഈ ആരാധനാക്രമത്തിന് ലിറ്റർജി ഓഫ് സെൻറ്റ് ജെയിംസ്, അല്ലെങ്കിൽ യാക്കോബിൻ്റെ അന്നാഫ്ര എന്ന് പറയാൻ തുടങ്ങി. പിന്നീട് ഇത് ജെറുസലേമിൽ ഉത്ഭവിച്ചതുകൊണ്ട് ദി ഏൻഷ്യൻ്റ് ജെറുസലേം ലിറ്റർജി, ജെറുസലേമിലെ പുരാതനമായ ആരാധനാക്രമം എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പറയാൻ കാരണം, പിന്നീട് ജെറുസലേമിൽ വേറെ ലിറ്റർജി വന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് ഈ ആരാധനാക്രമം അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലത്തെ ശ്ലീഹന്മാർ പ്രസംഗിച്ചപ്പോൾ സഭയ്ക്ക് ഒരടിസ്ഥാനം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, സഭ വളരുവാനായിട്ട് തുടങ്ങിയത് അന്ത്യോക്യയെ കേന്ദ്രീകരിച്ച. അന്ത്യോക്യ എന്ന് പറയുന്നത് പഴയ റോമാ സാമ്രാജ്യത്തിൻ്റെ സിറിയൻ പ്രവിശ്യയുടെ തലസ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമല്ല, നേരെ മറിച്ച് ടർക്കിയിലുള്ള ഒരു സ്ഥലമാണ് അന്ത്യോക്യ. അത് അന്നത്തെ സിറിയൻ പ്രവിശ്യയുടെ തലസ്ഥാനം, പക്ഷേ അത് സിറിയയിലല്ല, നേരെ മറിച്ച് അന്ത്യോക്യയിലാണ്.
അവിടെ യഹൂദന്മാർ ഡിയാസ്പൊറയിൽ അല്ലെങ്കിൽ ജെറുസലേമിലും ഇസ്രായേലിൽ നിന്നും മാറി താമസിച്ചിരുന്ന യഹൂദന്മാരുടെ അടുക്കൽ ഈ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവർക്കത് സ്വീകാര്യമാകുകയും അവരെ അപ്പസ്തോലന്മാർ പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും അവരെ ക്രിസ്ത്യാനികളായിത്തീരുകയും ചെയ്തു. അങ്ങനെ അവിടെ ക്രൈസ്തവ സഭ വളർന്നു. നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശ്ലീഹന്മാർ അന്ത്യോക്യയിൽ പ്രസംഗിച്ചു, അവിടെ സഭ തുടങ്ങി. ക്രിസ്ത്യാനി എന്ന പേര് അന്ത്യോക്യയിൽ വെച്ചാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ തുടങ്ങി അവിടെ ആരാധനാക്രമം പരിപുഷ്ടമായതുകൊണ്ട് അന്ത്യോക്യൻ ആരാധനാക്രമം എന്ന് പറയാൻ തുടങ്ങി. പിന്നീട് ഈ ആരാധനാക്രമം ഉപയോഗിച്ചത് അർമായ ഭാഷയിൽ തുടങ്ങി, അത് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചു. പിന്നീട് ഗ്രാമപ്രദേശങ്ങളിൽ അർമായ ഭാഷയുടെ ഡയലക്റ്റായ ഈസ്റ്റ് സിറിയക്കും വെസ്റ്റ് സിറിയക്കും ഉണ്ട്. അതിൽ വെസ്റ്റ് സിറിയക് ഭാഷയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതുകൊണ്ട് പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമം വെസ്റ്റ് സിറിയൻ ലിറ്റർജി അല്ലെങ്കിൽ വെസ്റ്റ് സിറിയക് ലിറ്റർജി എന്ന് പറയുന്നത്. പിന്നീടത് ഇന്ത്യയിൽ മലങ്കരയിൽ വന്നപ്പോഴത്തേന് അതിന് മലങ്കര ആരാധനാക്രമം എന്ന് പറയാൻ തുടങ്ങി. അപ്പം ഈ അന്ത്യോക്യൻ ആരാധനാക്രമം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു നാൾ വഴി ജെറുസലേം തുടങ്ങി നമ്മുടെ മലങ്കരയിൽ വരെ വന്നിരിക്കുകയാണ്. ഇനിയും ഈ ആരാധനാക്രമത്തെ അന്ത്യോക്യൻ ആരാധനാക്രമം എന്ന് നമ്മൾ പറയുമ്പോൾ അത് സഭയിൽ 6 ആരാധന കുടുംബങ്ങളുണ്ട്, ലിറ്റർജിക്കൽ ഫാമിലീസ് ഉണ്ട്. ഒന്ന് ലാറ്റിൻ ലിറ്റർജിക്കൽ ഫാമിലി, രണ്ടാമത്തത് അന്ത്യോക്യൻ ലിറ്റർജിക്കൽ ഫാമിലി ആരാധന കുടുംബം, മൂന്നാമത്തത് ബൈസൻറ്റിയൻ, നാലാമത്തത് അലക്സാൻഡ്രിയൻ, അഞ്ചാമത്തെ അർമേനിയൻ, ആറാമത്തെ കാൽഡിയൻ. അതായത് പൗരസ്ത്യ സഭയിൽ 5 ആരാധന കുടുംബങ്ങൾ, പാശ്ചാത്യ സഭയിൽ 1. പാശ്ചാത്യ സഭയിലെ റോമൻ ആരാധനാ കുടുംബത്തിൽ ആദ്യകാലത്ത് വിവിധ റീത്തുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം ഏകീകരിച്ച് റോമൻ റീത്തായിട്ട് മാറി. ബാക്കി പൗരസ്ത്യ സഭയിലെ ഓരോ ആരാധന കുടുംബത്തിനും ഈ ആരാധന കുടുംബത്തിലുള്ള വിവിധ സഭകളുണ്ട്, വിവിധ രാജ്യങ്ങളായിട്ട്. നമ്മളിവിടെ അന്ത്യോക്യൻ ആരാധന കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിട്ട് വിവിധ സഭകൾ, ഓർത്തഡോക്സ് സഭകളും കത്തോലിക്ക സഭയുമുണ്ട്. ഒന്നാമതായിട്ട് അന്ത്യോക്യൻ ആരാധനക്രമം ഉപയോഗിക്കുന്നത് അന്ത്യോക്യയിലെ സിറിയൻ ഓർത്തഡോക്സ് സഭയാണ്. നമ്മൾ യാക്കോബായക്കാർ എന്ന് അവരെ വിളിക്കും. എന്നാൽ അതിൻ്റെ ഒഫീഷ്യൽ നെയിം ദ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അന്ത്യോക്ക്, അന്ത്യോക്യയിലെ സുറിയാനി ഓർത്തഡോക്സ് സഭയാണ്. രണ്ടാമത്തത് അന്ത്യോക്യയിലുള്ള സുറിയാനി കത്തോലിക്ക സഭ, ദ സിറിയൻ കാത്തലിക് ചർച്ച് ഓഫ് ആന്റ്യോക്ക്. മൂന്നാമത്തത് ലെബനോൻ കേന്ദ്രീകരിച്ചുണ്ടായ മാറോണൈറ്റ് ചർച്ച്. ഈ 3 സഭകളാണ് ഇന്ത്യക്ക് വെളിയിലുള്ളത്. ഈ 3 സഭകളിൽ 2 സഭകൾ കത്തോലിക്ക സഭയും 1 ഓർത്തഡോക്സ് സഭയുമാണ്. ലെബനോനിലെ മാറോണിത്ത സഭയും സിറിയൻ കാത്തലിക് ചർച്ച് ഓഫ് ആന്റ്യോക്ക്. ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടെയുള്ള മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, മലങ്കര യാക്കോബായ് സുറിയാനി സഭ, തൊഴിയൂർ സ്വതന്ത്ര സുറിയാനി സഭ, മലങ്കര കത്തോലിക്ക സഭ, മലങ്കര മാർത്തോമാ സഭ, ഇവാഞ്ചലിക്കൽ സഭ, ഈ സഭകളും ഈ ആരാധനാക്രമമാണ് ഉപയോഗിക്കുന്നത്. അച്ഛൻ്റെ വാക്കുകളിലൂടെ അന്ത്യോക്യൻ ആരാധനാക്രമം എന്താണെന്നത് ഒരുപക്ഷെ എല്ലാവർക്കും ഇപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അച്ഛാ, ഇത് നമ്മുടെ ഭാരതത്തിലേക്ക്, ഏറെ പ്രത്യേകിച്ച് നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയിലേക്ക് ഇത് വന്നതിൻ്റെ ആ ഒരു വഴിയും കൂടെ അച്ഛനൊന്ന് വിശദീകരിക്കാമോ? പറയാം. ഇന്ത്യയിൽ നമുക്കറിയാം മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷ വേല വഴിയായിട്ടാണ് ഇവിടെ ഇന്ത്യയിൽ ക്രിസ്തീയ വിശ്വാസം വരുന്നത്. മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ മാത്രമല്ല പേർഷ്യയിലും അവിടുത്തെയും അപ്പസ്തോലനാണ്. അതുകൊണ്ട് പേർഷ്യൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന കൽദായ ആരാധനാക്രമം സുവിശേഷത്തോടു കൂടെ തന്നെ നമ്മൾ അത് സ്വീകരിച്ചു. പിന്നീട് ഈ സഭയുടെ ചരിത്രം, ഇവിടുത്തെ മാർത്തോമാ ക്രിസ്ത്യാനികൾ അവരുടെ ചരിത്രത്തിൽ വലിയ വിഗതികൾ വന്നപ്പോൾ കൂനംകുരിശ് സത്യം വഴിയായിട്ട് സഭ 2ആയിട്ട് പിളർന്നുപോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് അന്ത്യോക്യയിലെ ഓർത്തഡോക്സ് പാത്രിക്കീസുമായിട്ട് ബന്ധപ്പെട്ട് പട്ടത്വം ലഭിക്കുവാനും ആരാധനാക്രമം ലഭിക്കുവാനും വേണ്ടി നിലകൊണ്ടു.
അപ്പോൾ പട്ടത്വമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ത്യോക്യയിലെ പാത്രിക്കീസിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം അത് നടത്തിത്തരാം എന്ന് പറഞ്ഞു 2 കണ്ടീഷനും വെച്ചു. ഒന്നാമത്തെ കണ്ടീഷൻ, അന്ത്യോക്യൻ ആരാധനക്രമം നിങ്ങൾ സ്വീകരിക്കണം. രണ്ടാമത്തത്, കൽക്കദോനിയ സുനഹദോസിൻ്റെ തീരുമാനം നിങ്ങൾ മറികടക്കണം. ഈ 2 കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ പുത്തൻകൂർ സമുദായത്തിൽ ഈ അന്ത്യോക്യൻ ആരാധനക്രമം ഉണ്ടായതും അത് സ്വീകരിച്ചതും. ആദ്യകാലത്ത് ഈസ്റ്റ് സിറിയക് അല്ലെങ്കിൽ പൗരസ്ത്യ സുറിയാനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ക്രമാനുഗതമായിട്ടാണ് ഈ പാശ്ചാത്യ സുറിയാനിലേക്ക് വന്നതും വെസ്റ്റ് സിറിയൻ ആരാധനക്രമത്തിലേക്ക് പുത്തൻകൂർ സമുദായം പോയതും പഴയകൂർ സമുദായം അവരെ കൽദായ റീത്ത് തന്നെ അവരെ പരിപാലിച്ചുകൊണ്ട് പോന്നു. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെയാണ് പാശ്ചാത്യ സുറിയാനി റീത്തും പൗരസ്ത്യ സുറിയാനി റീത്തും ഇന്ത്യയിൽ വന്നത് എന്നുള്ളത്. ഓക്കെ അച്ഛാ, അതുപോലെ അച്ഛൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി 6 ആരാധനാ കുടുംബങ്ങളുണ്ട്. അപ്പോൾ അതിൽ അന്ത്യോക്യൻ ആരാധനാക്രമത്തിന് ഒരുപാട് സവിശേഷതകളും അതിൻ്റേതായ പ്രത്യേകതകളും ഉണ്ടെന്ന് പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അച്ഛനൊന്ന് വിശദീകരിക്കാം. അന്ത്യോക്യൻ ആരാധനാക്രമത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, ആദ്യം ഈ കർത്താവിൻ്റെ സുവിശേഷം സത്യത്തിൽ സ്ലീഹന്മാർ ചെന്നിടത്തെല്ലാം ആദ്യം യഹൂദന്മാരോടാണ് പറഞ്ഞത്. അവർ വഴിയായിട്ടാണ് വിജാതീയരോട്. അത് കർത്താവ് തന്നെ പറഞ്ഞു, ആദ്യം യഹൂദനോടും പിന്നീട് വിജാതീയരോടും. അതുകൊണ്ട് സ്ലീഹന്മാർ എവിടെയൊക്കെ ചെന്നോ അവർ ഈ യഹൂദന്മാരോടാണ് ആദ്യം പറഞ്ഞത്. പ്രത്യേകിച്ച് ഡിയാസ്പൊറയിൽ ജെറുസലേമിന് വെളിയിലുള്ള സ്ഥലത്ത് താമസിച്ചിരുന്നത്. അങ്ങനെയാണ് അന്ത്യോക്യയിലുള്ളത്. അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചപ്പോഴും പഴയ നിയമ പ്രവചനങ്ങൾ മുഴുവൻ യേശുക്രിസ്തുവിൽ നിറവേറി എന്ന് സ്ഥാപിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ ആരാധനക്രമത്തിന് പഴയ നിയമ ഭാഗങ്ങൾ അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് നമ്മളുടെ ഏത് പ്രാർത്ഥന നോക്കിയാലും ഏത് ഗീതം നോക്കിയാലും പുതിയ നിയമത്തിലെയും അതിനേക്കാൾ കൂടുതൽ പഴയ നിയമത്തിലെയും പ്രതീകങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ്. കാരണം പഴയ നിയമ പ്രവചനങ്ങളെല്ലാം യേശുക്രിസ്തുവിൽ നിറവേറി എന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന കാരണം. കാരണം പഴയ നിയമത്തിൽ യഹൂദന്മാരെ മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നു. അവർ പ്രതീക്ഷിച്ചിരുന്ന മിശിഹ യേശുക്രിസ്തു തന്നെയാണെന്ന് സ്ഥാപിക്കാൻ. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം ഇതിന് വളരെ വലുതാണ്. വേദപുസ്തക അധിഷ്ഠാനം കൂടെ. രണ്ടാമത്തത്, ഈ സുറിയാനി സഭയിലെ ആരാധനക്രമത്തിന് വളരെ ദൈവശാസ്ത്ര അടിസ്ഥാനമുണ്ട്. ഉദാഹരണമായിട്ട് ദൈവശാസ്ത്രം, വേദശാസ്ത്രം, അതുപോലെ തന്നെ യഹൂദ പാരമ്പര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്തിരിക്കുക. ദൈവശാസ്ത്രം നമുക്കറിയാം, തിയോളജി. വേദശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ബൈബിൾ. അതുപോലെ തന്നെ യഹൂദ പശ്ചാത്തലം അല്ലെങ്കിൽ പാരമ്പര്യം അറിയും. ഈ ദൈവശാസ്ത്രം കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ കാരണം ആദ്യത്തെ നൂറ്റാണ്ടുകളിലാണ്, ആദ്യത്തെ 3-4 നൂറ്റാണ്ടുകളിലാണ് സത്യവിശ്വാസത്തിനെതിരായിട്ട് സഭയിൽ പ്രശ്നങ്ങളുണ്ടായി. അതിനെയെല്ലാം റെഫ്യൂട്ട് ചെയ്ത് സത്യവിശ്വാസം പാലിച്ചത് നിഖ്യ, കുസ്തന്തീനോസ് പോലീസ്, എഫേസുസ് എന്നീ സുനഹദോസ് വെച്ചാണ്, കൽക്കദോനിയ സുനഹദോസ്. അപ്പോൾ അവിടെയെല്ലാം ഈ സുറിയാനിക്കാർ പിതാക്കന്മാരുടെ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. കാരണം വളരെ പഠിപ്പുള്ള സുറിയാനിക്കാർ പിതാക്കന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവശാസ്ത്രം ആരാധനയിൽ കടന്നുകൂടി. മറ്റ് ഒരു സഭയ്ക്കുമില്ലാത്ത ഒരു കാര്യമാണ്. പ്രാർത്ഥനയിലും ഗീതത്തിനുമെല്ലാം ദൈവശാസ്ത്രം വളരെ ഭംഗിയായിട്ട് പ്രാർത്ഥനയായിട്ട് പറയും. ലത്തീൻ ഭാഷയിൽ ആരാധനക്രമത്തെക്കുറിച്ചൊരു ചൊല്ലുണ്ട്, ലെക്സ് ഒരാന്തി ലെക്സ് ക്രെദേന്തി എന്ന് പറഞ്ഞാൽ ദ ലോ ഓഫ് ഫെയ്ത്ത് ഈസ് ദ ലോ ഓഫ് പ്രെയർ. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ അത് നമ്മുടെ വിശ്വാസമാണ്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിശ്വാസപ്രമാണം. നമ്മുടെ ആരാധനയിൽ ഓരോ യാമനമസ്കാരത്തിൻ്റെ അവസാനത്തിലും കുർബാനയിൽ നമ്മൾ വിശ്വാസപ്രമാണം ചൊല്ലുന്നത്. അത് സത്യം പറഞ്ഞാൽ നമ്മളുടെ ക്രൈസ്തവ സഭയുടെ സിംബൽ ഓഫ് ഫെയ്ത്ത് അടിസ്ഥാനപരമായിട്ടുള്ളതാണ്. അത് പ്രാർത്ഥനയായിട്ട് ചൊല്ലുകയാണ്. എന്നതുപോലെ തന്നെ നമ്മുടെ
ദീർഘമായ പ്രമേയാനുസൃത പ്രാർത്ഥനകൾ, ദീർഘമായ ഗീതങ്ങൾ, ഇതെല്ലാം ദൈവശാസ്ത്ര ബന്ധിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓരോരോ കാലങ്ങളിലുണ്ടായിട്ടുള്ള ദൈവശാസ്ത്ര പ്രശ്നങ്ങളെ പരിഹരിച്ച് സത്യവിശ്വാസം ആരാധനയിലൂടെ പഠിപ്പിക്കാൻ. മൂന്നാമത്തത്, ഈ ആരാധനയിൽ ഗീതങ്ങൾ വളരെ ഭംഗിയായിട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഗീതങ്ങൾ ചേർക്കാൻ ഒരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. അബദ്ധ സിദ്ധാന്തം പഠിപ്പിച്ചിരുന്ന ആരിയൂസ് അദ്ദേഹത്തിൻ്റെ അബദ്ധ സിദ്ധാന്തങ്ങളെല്ലാം ഗീതങ്ങളിലൂടെയാണ് പഠിപ്പിച്ചത്. കാരണം ഒരു പ്രോസ് അല്ലെങ്കിൽ ഗദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് തങ്ങി നിൽക്കരുത്. എന്നാൽ വളരെ ഭംഗിയായിട്ട് കവനം ചെയ്തിരിക്കുന്ന ഒരു ഗീതം പല പ്രാവശ്യം കേൾക്കുകയും പാടുകയും ചെയ്യുമ്പോൾ നമ്മളത് മനഃപ്പാഠമാകുകയും നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പോലും സ്കൂളിൽ പഠിച്ച ഗദ്യം ഒരുപക്ഷെ ഓർത്തിരിക്കത്തില്ല, പദ്യം ഓർത്തിരിക്കുകയും വളരെ നാളുകൾക്ക് ശേഷവും നമുക്കത് വീണ്ടും അത് ചൊല്ലാനൊക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആരിയൂസ് തൻ്റെ അബദ്ധ സിദ്ധാന്തം ഗീതങ്ങളിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ അതിനെ മറികടക്കുവാനും റെഫ്യൂട്ട് ചെയ്യാൻ വേണ്ടി വിശുദ്ധ എഫ്രേം, ബാലായി, അതുപോലെ തന്നെ ജേക്കബ് ഓഫ് സാറൂഖ്, ഇവരെല്ലാവരും ഗീതങ്ങളിലൂടെയാണ് ഈ സത്യവിശ്വാസം പഠിപ്പിച്ചത്. അങ്ങനെ അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ ഗീതങ്ങളുടെ ഒരു അതിപ്രസരം തന്നെ, അതതിൻ്റെ ഒരു ഭംഗി തന്നെയാണ്. നാലാമത്തത്, ഈ ആരാധനാക്രമത്തിൻ്റെ ഒരു സവിശേഷത ഗീതങ്ങളുടെ വെറൈറ്റി ഓഫ് ട്യൂൺസാണ്. അത് ഗ്രീക്ക് സഭയാണ് ആദ്യം ഒരു ഗീതം 8 രാഗങ്ങളിൽ അല്ലെങ്കിൽ 8 മോഡ്സിൽ ചൊല്ലുവാൻ പരിശീലിപ്പിച്ചു. ഈ ഗ്രീക്ക് സഭയിൽ നിന്ന് സുറിയാനിക്കാർ കടമെടുത്തതാണ് ഒരു പാട്ട് 8 രീതിയിൽ ചൊല്ലുക. നമ്മൾ എക്കാറ അല്ലെങ്കിൽ സെബൽത്തോ എന്നൊക്കെ പറഞ്ഞു. സെബൽത്തോ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ശ്രേണി അല്ലെങ്കിൽ ഏണി എന്ന്. ഏണിയിൽ പല പടികളുള്ളതുപോലെ ഒരു ഗീതം 8 രാഗങ്ങളിൽ 8 ട്യൂണിൽ ചൊല്ലുന്നു. അപ്പോൾ അത് നമ്മുടെ ആരാധന വളരെ സമ്പുഷ്ടമാകുകയും വളരെ ബ്യൂട്ടിഫുള്ളാകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയ്ക്ക് നോമ്പുകാലത്തെ ട്യൂണുകൾ, കഷ്ടാനുവാഴ്ചയിലെ ട്യൂണുകൾ, അതുപോലെ മറ്റ് മാറാനായ പെരുന്നാളുകൾ ട്യൂണുകളെല്ലാം വളരെ സവിശേഷത. ഇങ്ങനെയുള്ള ബഹുവിധമായ സവിശേഷതകൾ ഈ ആരാധനാക്രമത്തെ മറ്റ് ആരാധനാക്രമത്തിൽ നിന്നും വ്യതിരിക്തമാക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് അജയ്. താങ്ക് യു. അന്ത്യോക്യൻ ആരാധനാക്രമത്തെപ്പറ്റിയും മലങ്കര സഭയുമായുള്ള അന്ത്യോക്യൻ ആരാധനാക്രമത്തിൻ്റെ ബന്ധത്തെപ്പറ്റിയും ബഹുമാനപ്പെട്ട കുര്യാക്കോസ് തളത്തിലച്ചൻ്റെ വാക്കുകളിലൂടെ വളരെ വിശാലമായി നമ്മൾ മനസ്സിലാക്കി. മലങ്കര TV-യുടെ ഈ ചോദ്യോത്തരവേളയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.